പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാനിവിടെ 6 വർഷമായിട്ട് കാത്തിരിക്കണേ. എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് പറയും ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷേ ഞാൻ എപ്പോഴും പറയും പോസിബിൾ ആണ്. ഞാനിപ്പോഴും ബിലീവ് ചെയ്യും. ഞാൻ എപ്പോഴും അങ്ങനെ ഒരു കാര്യത്തിൽ ബിലീവ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അതിന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഓക്കെ ഇറ്റ്സ് മൈ ഫോൺ. ഞാൻ പക്ഷേ വിമർശനങ്ങളുടെ ക്രൂരമ്പുകൾ കൊണ്ട് നിരന്തരം മുറിവേൽപ്പിക്കപ്പെട്ടവൻ ഇന്ന് പടിയിറങ്ങുന്നു. യുദ്ധങ്ങളിൽ വിജയിക്കുവാൻ മുന്നിൽ നിന്ന് നയിച്ച അവൻ്റെ ഓർമ്മകൾ വെറും നീരാവിയായി അന്തരീക്ഷ കണികകളായി കൊച്ചിയുടെ മൈതാനത്ത് പരിണമിച്ച് കഴിഞ്ഞിരിക്കുന്നു. താൻ നേരിട്ട വെല്ലുവിളികളും പ്രയാസങ്ങളും പരിശ്രമങ്ങളും വെറും പാഴ്ശ്രമങ്ങളായി പലരും എഴുതി തള്ളിയിരിക്കുന്നു. ഇന്ന് ഈ നിമിഷം അവൻ്റെ ബ്ലാസ്റ്റേഴ്സ് പോരാളി പാതി വഴിയിൽ യാത്ര അവസാനിപ്പിക്കുകയാണ്. അതെ, ഒരുപക്ഷെ ഫാൻസിനേക്കാൾ ആ ക്ലബ്ബ് ആ കനകക്കിരീടം മുത്തമിടുന്നത് കാണുവാൻ അത്രമേൽ ആഗ്രഹിച്ചവൻ, മനസ്സിൽ ഒരു തീരാ ദുഃഖമായി അത് സൂക്ഷിച്ചവൻ, എൻ്റെ ടീം കിരീടം ചൂടുമ്പോൾ താൻ ആ ജേഴ്സിയിലുണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിച്ചവൻ. എന്നാൽ വിധി അവൻ്റെ ആ സ്വപ്നങ്ങൾക്ക് ചിത ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. നിരന്തരം തന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആ കളിമികവിനെ താൻ സ്വയം പഴിക്കുന്നുണ്ടാകും. കൈവിട്ട് കളഞ്ഞ അവസരങ്ങളെ ഓർത്ത് പശ്ചാത്താപിക്കുന്നുണ്ടാകും. ഉയർത്തി നിൽക്കുവാൻ സാധിക്കാതെ തളർന്നു വീണ നിമിഷങ്ങളെ ശപിക്കുന്നുണ്ടാകും. ആരാധകരുടെ കുത്തുവാക്കുകളിൽപ്പെട്ട് നീറിപ്പുകയുന്നുണ്ടാകും. എങ്കിലും താൻ ജീവൻ പോലും നൽകുവാൻ തയ്യാറായിരുന്നുവെന്ന തോന്നലായിരിക്കും ഇനി അവനെ അങ്ങോട്ട് ഏറെ നിരാശപ്പെടുത്തുവാൻ പോകും. പലർക്കും എളുപ്പം വിമർശിക്കാനാകും. പക്ഷേ അവൻ കടന്നു വന്ന വഴികളും വെട്ടിപ്പിടിച്ച മൈതാനങ്ങളും രക്ഷകനായി രൂപം കൊണ്ട മിനിറ്റുകളും വെറും ചരിത്രമായി മാത്രം കണക്കാക്കുവാൻ സാധിക്കുമോ? ആ ചരിത്രങ്ങളിൽ താൻ നേടിത്തുന്നതെല്ലാം ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനെ സംബന്ധിച്ചും ഒരിക്കലും ചെറുതായിരുന്നില്ലല്ലോ. ചിരവൈരാഗികളായ ബാംഗ്ലൂരിന് മുന്നിൽ നിരന്തരം അവരുടെ ഹോം ഗ്രൗണ്ടിൽ തോൽക്കുന്നതിനെക്കുറിച്ച് ഫാൻസ് രോക്ഷകുലരായി ചോദ്യം ഉയർത്തിയപ്പോൾ രാഹുൽ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നില്ലേ: ബ്ലാസ്റ്റേഴ്സ് ഞങ്ങളുടെ അന്നമാണ്, ഞങ്ങൾ ഒരിക്കലും അത് നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി കളിക്കുകയില്ല എന്ന്. ഓർമ്മകൾ ചിതറിച്ചിട്ടില്ല എങ്കിൽ ആരാധകരെ നിങ്ങളൊന്ന് പുറകോട്ട് സഞ്ചരിക്കുക. അതേ ബാംഗ്ലൂർ FCയുടെയും ഗുർപ്രീത് സന്ധുവിൻ്റെയും ഗോൾ കൂടാരത്ത് വിറപ്പിച്ച മുതലായിരുന്നില്ലേ രാഹുൽ? ആ നിമിഷം ഒരിക്കലും ഒറ്റത്തവണയുമായിരുന്നില്ല. എന്നിട്ടും അവൻ നിങ്ങളിൽ പലർക്കും ശത്രുവായി, മാനേജ്മെൻറ്റിന് പോലും ഭാരമായി മാറി. ഒരുപക്ഷെ അന്ന് ആ ഫൈനൽ വേദിയിൽ ഹൈദരാബാദിനെതിരെ അവൻ നേടിയ ആ ഒറ്റ ഗോളിന് കിരീടമെന്ന സ്വപ്നത്തെ നിങ്ങൾ തൊട്ടറിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുക? എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയൊരു രാഹുൽ നിമിഷം ബാക്കി വെക്കുന്നില്ല. ആ കുപ്പായം അയാളെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഒല്ലൂരിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള കഠിനമായ പാത ഇവിടെ വിച്ഛേദിക്കപ്പെടുന്നു. ഇനി പുതിയ കുപ്പായത്തിൽ പുതിയ അവതാരകഥ ആരംഭമാക്കുകയാണ്. പ്രിയപ്പെട്ട രാഹുൽ, ബ്ലാസ്റ്റേഴ്സ് ഒരു നാൾ ഒരു കിരീടം നേടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടീമിൽ ഉണ്ടാകണമെന്നത് ഒരു സ്വകാര്യ അഹങ്കാരവും ആഗ്രഹവുമായിരുന്നു. പക്ഷേ ഇത് ഫുട്ബോളാണ്. മനുഷ്യരുടെ വികാരമാണ് ഫുട്ബോളിനെ അത്രമേൽ മനോഹരമാക്കുന്നത്. എന്നാലും പറയട്ടെ, ഇവിടെ വികാരങ്ങൾക്ക് സ്ഥാനമേയില്ല. തെലുങ്കന്മാരുടെ തിരട്ടുനാടകത്തിൽപ്പെട്ട് ക്ലബ്ബും താരങ്ങളും ഇനിയും തളർന്നു വീണേക്കാം. പലരും കുപ്പായമൊഴിഞ്ഞേക്കാം. തോൽവിക്കഥ തുടർന്നേക്കാം. ആരാധകർ വീണ്ടും കഴുതയാക്കപ്പെട്ടേക്കാം. ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് കളിക്കണ്ടെന്ന് വിചാരിച്ച ഒരു പ്ലെയർ പോലും കളിക്കില്ല ഒരിക്കലും. ചോറുണ്ടെങ്കിൽ അത് ഈ പൈസ കൊണ്ടാണ്, ഈ ക്ലബ് കൊണ്ടാണ്. ഞങ്ങൾ അതിനെ തീർച്ചയായും റെസ്പെക്ട് ചെയ്യണു. ഈ ഒരു നിലയിലെത്തിയത് അതിനു വേണ്ടി തന്നെയാണ്. ഇത് അതിൻ്റെ തുടക്കമാണ്. അതിൻ്റെ ഇരയായി നിങ്ങളും മാറുകയാണ് രാഹുൽ. ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നുണ്ട്. നിന്റെ പ്രയാസങ്ങൾ ഏറെ കണ്ടവരാണ് ഞങ്ങൾ. ഏത് കുപ്പായത്തിലാണെങ്കിലും ഒരിക്കലും പരാജയപ്പെടുവാൻ തയ്യാറല്ലാത്ത മനസ്സുമായി നിന്നെ എഴുതി തള്ളിയവരോട് നീ മറുപടി പറയണം. അത് കണ്ട് കൈയടിക്കുവാൻ ഞങ്ങൾ കുറേ പേരുണ്ട്. നിന്റെ നഷ്ടം അനുഭവിക്കാൻ മറ്റു പലരുമുണ്ടാകും. അതേ രാഹുൽ, ഞങ്ങൾ ഇനിയും നിന്നെ വിശ്വസിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ എവറിത്തിങ്. ഒരിക്കലും ജേഴ്സി ഇട്ടുകൊണ്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് കളിക്കണ്ടെന്ന് വിചാരിച്ച ഒരു പ്ലെയർ പോലും കളിക്കില്ല ഒരിക്കലും. ചോറുണ്ടെങ്കിൽ അത് ഈ പൈസ കൊണ്ടാണ്, ഈ ക്ലബ് കൊണ്ടാണ്. ഞങ്ങൾ അതിനെ തീർച്ചയായും റെസ്പെക്ട് ചെയ്യണം. ഈ ഒരു നിലയിലെത്തിയത് അതിനു വേണ്ടി തന്നെയാണ്. തീർച്ചയായും ഒരിക്കലും ഒരു പ്ലെയർ പോലും ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് കളിക്കണ്ടെന്ന് വിചാരിച്ച് കളിക്കില്ല. അവർ 100% തീർച്ചയായും കൊടുക്കും. ഞങ്ങളുടെ വാക്കാണ് അത്. അതിനുവേണ്ടി ഞങ്ങൾ പ്രയത്നിക്കേണ്ടത്. നിങ്ങളുടെ പോലെ തന്നെ ഞങ്ങൾക്കുണ്ട് വിഷമങ്ങളെല്ലാം. പക്ഷെ ഞങ്ങൾ അതൊക്കെ താരണം ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ.